പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇടയായിട്ട് എപ്പോൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താലും കുഴഞ്ഞു വീണുള്ള മരണങ്ങളാണ് കാണുന്നത്. ഇവിടെ സമ്പത്തുണ്ടോ സമ്പത്തില്ലയോ എന്നൊന്നും മരണം വന്ന് നോക്കുന്നില്ല. ആകെക്കൂടി ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള കുറച്ച് നാളുകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ആ നാളുകൾ നമ്മളിങ്ങനെ പരസ്പര ഈഗോയും റിവഞ്ചും വെച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ആര് എപ്പോൾ നമ്മളെ സംരക്ഷകനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രക്ഷകനായിട്ട് എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന് കിടന്നുറങ്ങുന്ന നമ്മൾ നാളെ എഴുന്നേൽക്കുമോ എന്നും നമുക്കറിയില്ല. എനിക്കാകെ നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. വിദ്വേഷങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റുക. പരസ്പരമുള്ള ഈഗോസുകൾ അങ്ങോട്ട് കളയുക. പൊസസീവ് ഉള്ളതുകൊണ്ടാണ് ഈഗോസും വരുന്നത് എൻ്റെ അറിവിൽ. അപ്പോൾ അത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാമെന്നുണ്ടെങ്കിൽ അത് പൊസസീവ് എന്ന് തന്നെ പറയണം. അത് നമുക്കിങ്ങനെ വിദ്വേഷമായിട്ട് മനസ്സിൽ വന്നിട്ട് ഈഗോ ആയിട്ട് കടന്ന് അത് നമ്മളിങ്ങനെ വൈരാഗ്യം മൂത്ത് നമ്മൾ പരസ്പരം മിണ്ടാതെ സഹോദരങ്ങൾ തമ്മിൽ മിണ്ടാതെയും വർഷങ്ങളായിട്ട് മിണ്ടാതെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലോട്ട് പോകുന്നു. ഞാൻ എന്നോടൊപ്പം ഒരു വീഡിയോ കൂടെ സെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളതൊക്കെ കാണുക. ഒരു കടയിൽ നിൽക്കുന്നൊരു വ്യക്തി കോട്ടയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്നൊരു സമയത്ത് അദ്ദേഹം കുഴഞ്ഞു വീണു. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ ജീവിതം. മനസ്സിലാക്കുക. അണ്ണാ ಬನ್ನಿ ಒಂದು ಸೆಕೆಂಡ್. ಏನಾಯ್ತು ಅಂಕಲ್? ಬನ್ನಿ ಒಂದು ಸೆಕೆಂಡ್ ಅಂಕಲ್. ಏನಾಗೈತೆ? ಹೌದು